നീ ഇപ്പൊ വളരെ ഹാപ്പിയാണെന്ന് എനിക്കറിയാം. നിന്റെ കയ്യിലിരിക്കുന്നത് എന്റെ ജീവിതത്തിന് ഇവര് തന്ന വിലയാ. വിലപേശി നീ അത് വാങ്ങിച്ചു. വരുണിന്റെ കുടുംബത്തിന്റെ താൽക്കാലിക ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇതൊരു കാരണവശാലും നീട്ടിവെക്കാൻ പറ്റില്ല. ആരതി, ഇവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. എന്നിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യിക്കുക. അമ്മ, ഇതൊന്ന് കഴിഞ്ഞോട്ടെ മോളെ, എന്നിട്ട് സംസാരിക്കാം. പ്രിയങ്ക, വരുണിന്റെ കയ്യിൽ നിന്നും ഈ ചെക്ക് നിനക്ക് ഏറ്റുവാങ്ങാം. എന്നിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യേ. ഈ ചെക്ക് പണമുള്ളതാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഈ ചെക്ക് മടങ്ങില്ല. തരുന്ന ചെക്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം എഗ്രിമെന്റിലുണ്ട്. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ശ്യാമ മേഡത്തിന്റെ ചെക്ക് ഒരിക്കലും മടങ്ങില്ലെന്ന് ഏത് കണ്ണുപൊട്ടനും അറിയാം. എഗ്രിമെന്റ് സൈൻ ചെയ്യേ. ഇത്രയും നേരം നിങ്ങളുടെ ആവശ്യം ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് പണം കിട്ടുക എന്നായിരുന്നല്ലോ. ആ പണമാണ് ശ്യാമ മേഡം കൊണ്ടുവന്നത്. ഒന്നുകിൽ അത് വാങ്ങിച്ച് നിങ്ങൾക്ക് എഗ്രിമെന്റിൽ ഒപ്പിടാം, അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ എഴുതിയ എഗ്രിമെന്റ് പ്രകാരമുള്ള നിയമ നടപടികൾ നേരിടാം. എന്താ വേണ്ടത്? ഞാൻ ഒപ്പിടാം. ദാ, ചെക്ക് ഇന്ന് തന്നെ ബാങ്കിൽ സമർപ്പിച്ചോളൂ. അത് പാസ്സായിക്കോളൂ. ആ പിന്നെ ചെക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു. ഇനി ഒരു കാരണവശാലും നേരിട്ടോ അല്ലാതെയോ എൻ്റെ മകൾക്കോ അവളുടെ ഭർത്താവിനോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ദോഷം ഉണ്ടാവുന്ന ഒരു കാര്യവും ഉണ്ടാവാൻ പാടില്ല. അതവര് ചെയ്യില്ലെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ച മുത്തശ്ശിയും മോള് സ്ഥിരമായിട്ട് ആ ജയിലിൽ തന്നെ കിടക്കും. നിങ്ങൾക്ക് പോകാം. നീ ഇപ്പൊ വളരെ ഹാപ്പിയാണെന്ന് എനിക്കറിയാം. നിന്റെ കയ്യിലിരിക്കുന്നത് എന്റെ ജീവിതത്തിന് ഇവര് തന്ന വിലയാ. വിലപേശി നീ അത് വാങ്ങിച്ചു. പക്ഷേ അതുകൊണ്ട് നീ നിന്റെ ജീവിതം നല്ല രീതിയിൽ നടത്താൻ നോക്ക്. വാ മോളെ. മേഡം, വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു ഞാൻ.
ഈ നേരത്തെ ഒരു രക്ഷയായിട്ട് മാഡം മുന്നിൽ വരുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല. രക്ഷയ്ക്കൊന്നും അല്ല വരുൺ, ഇതെന്റെ ചുമതലയല്ലേ. നിങ്ങൾ രണ്ടുപേരും എൻ്റെ മക്കളല്ലേ. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അല്ലാതെ ഞാൻ എന്തിനു വേണ്ടിയാ കഷ്ടപ്പെടുന്നത്? ആ വരുൺ, തൽക്കാലം നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അവസാനിച്ചു. ഇനി നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാം. ഒരു കണക്കിന് എന്റെ ഡ്യൂട്ടി ഇവിടെ പൂർണ്ണമാവും. താങ്ക് യു മോളെ. ഇനി ഏറ്റവും സമാധാനം അനുഭവിക്കുന്നത് ഞാനായിരിക്കും. എൻ്റെ മോളും അവളുടെ ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണാലോ. സന്തോഷായി മോളെ. ഇപ്പോഴാ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞ്. വരുണിന് വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു മനസ്സിൽ. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ കുറേ ആളുകൾ വിളിച്ചു. അവരൊക്കെ ചോദിക്കുകയും ചെയ്തു, പരമേശ്വരൻ സാറിന്ന് ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ടല്ലോ എന്ന്. എന്നിട്ടെല്ലാം ഇങ്ങനെ അവസാനിച്ചു. പത്മിനി, നീ വരുണിനെ ഒന്ന് വിളിച്ചേ. എന്താണ് അവരുടെ അവസ്ഥയെന്ന് അറിയില്ലല്ലോ. വേണ്ട പത്മിനി, ഇപ്പൊ വിളിക്കണ്ട. അവര് വരട്ടെ, എന്നിട്ട് സംസാരിക്കാം. അയ്യോ, ഏട്ടന് എന്തുപറ്റി? എന്താ എടുത്തി? ഞങ്ങള് താഴെ നോക്കുമ്പോ അവിടെ ആരും ഇല്ല. അമ്മ കിടക്കാണോ നോക്കാൻ ഇങ്ങോട്ട് വന്നതാ. എന്തു പറ്റി മുത്തശ്ശി? അവന് കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ ക്ഷീണം. എന്നാലും ക്ഷീണത്തിനൊരു കാരണം വേണ്ടേ? എന്താ ഏട്ടാ, എന്താ സംഭവം? അച്ഛാ, അച്ഛനൊരു തളർച്ച വന്നാ ഞങ്ങൾ വന്ന് ചോദിക്കുന്നത് സിൻസിയർ ആയിട്ടാ. അതിൽ നിന്നുകൂടി ഞങ്ങൾ ഒഴിവാക്കുകയാണോ? ഇനി ഇതിന്റെ പേരിൽ കൂടി ഒരു കണക്ക് പറച്ചിൽ വേണ്ട. വരുണും പ്രിയങ്കയും തമ്മിൽ പിരിയാൻ 25 കോടി രൂപ പ്രിയങ്ക ആവശ്യപ്പെട്ടു. കൊടുക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ ആ തുക കൊടുക്കാൻ പറ്റിയില്ല. അയ്യോ, അതെന്താ പറ്റാതിരുന്നത്? കുടുംബകാര്യങ്ങൾ അറിഞ്ഞില്ലെന്ന് വേണ്ട. കണിമംഗലം ഗ്രൂപ്പിൽ എന്തോ വ്യാപകമായ തിരിമറികൾ നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ശോ,